ഓഫീസിൽ നിന്നും ഇറങ്ങി മാളവിക തൻ്റെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ ഉള്ളിലാകെയൊരു പരിഭ്രമമാണ് അവൾക്ക്. ചന്ദനത്തിൻ്റെ ഗന്ധവും നേരിയ മുല്ലപ്പൂവിൻ്റെ സുഗന്ധമുള്ള അവളുടെ ആ വിയർപ്പിന് പോലും ഇന്ന് ഒരു വിറയലുണ്ടായിരുന്നു. അഗ്നി പകർന്നു നൽകിയ ആ ദേഷ്യത്തിന് പിന്നിൽ ഒരു തരം അധികാരമുണ്ട്. അവൾക്ക് മാത്രം അവകാശപ്പെട്ട അധികാരം. ക്യാബിൽ വന്നിരുന്ന മാളവികയുടെ മുന്നിലേക്ക് ഫയലുകളുടെ ഒരു വലിയ കെട്ട് അഗ്നി തന്നെ നേരിട്ട് കൊണ്ടുവന്നു വെച്ചു. ഇതെല്ലാം ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് തീർക്കണം. ഓരോന്നും കൃത്യമായിരിക്കണം. വെറുതെ ആരെങ്കിലും വരുന്നത് നോക്കി നിൽക്കാൻ നിനക്ക് സമയമുണ്ടാകില്ല എന്ന് എനിക്കറിയാം, അഗ്നി പരുഷമായി അവളോട് പറഞ്ഞു. അവളുടെ ആ വലിയ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. ആ കണ്ണുകളിലെ തിളക്കം അഗ്നിയെ വല്ലാതെ തളർത്തി. ഇളം പച്ച നിറത്തിലുള്ള സാരി നെറ്റിയിലെ ചെറിയ കുറിയിൽ അവൾ ഒരു ഐശ്വര്യമായി തന്നെ അവൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൾ ഉപയോഗിക്കുന്ന ആ നേരിയ പെർഫ്യൂമിൻ്റെ മണം അവൻ്റെ നാടുകളെ തളർത്തുന്നു. പക്ഷേ ഉള്ളിലെ പകയുടെ അഗ്നി അവൻ തടഞ്ഞു. സർ, ഇത്രയും വർക്ക് ഇന്ന് തീർക്കാൻ, അവൾ പതർച്ചയോടെ പറഞ്ഞു. തീർക്കണം മാളവിക, അത് എൻ്റെ ഓർഡറാണ്, നീ അത് അനുസരിക്കണം. അഗ്നി മുഖം തിരിച്ചു. ഈ സമയം ആ പഴയ ഫയലുകൾക്കിടയിലൂടെ ക്രിസ്റ്റി അവിടേക്ക് കടന്നു വന്നു. കണിമംഗലം ഗ്രൂപ്പിൻ്റെ പുതിയ സോഫ്റ്റ്വെയർ മാനേജർ. പക്ഷേ അവന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അഗ്നിയുടെ അച്ഛൻ മാധവൻ ചതിയിലൂടെ കൈക്കലാക്കിയ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശിയിൽ ഒരാളാണവൻ. ഹലോ അഗ്നി, മാളവികയെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ക്രിസ്റ്റി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അവൻ്റെ നോട്ടം മാളവികയുടെ മുഖത്തായിരുന്നു. ഈ സുന്ദരമായ മുഖത്ത് ഇത്തരം സങ്കടം വരുന്നത് കാണാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല. അഗ്നിയുടെ കൈകൾ മുഷ്ടി ചുരുട്ടി. അവൻ്റെ ഉള്ളിലെ കാന്തിക വലയത്തിൽ മാളവികയെ ഒളിപ്പിച്ചു വെക്കാൻ അവൻ വെമ്പൽ കൊണ്ടു. ക്രിസ്റ്റി, ഇത് എൻ്റെ ഓഫീസാണ്. ഇവിടെ ആർക്ക് എന്ത് ജോലി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ നിന്റെ ജോലി നോക്കിയാൽ മതി, കേട്ടല്ലോ? അഗ്നി പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. തീർച്ചയായും സർ. ക്രിസ്റ്റി വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. അവൻ മാളവികയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. മാളവിക, വൈകുന്നേരം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസും ചെയ്യാനുണ്ട്. നീ വരില്ലേ? മാളവിക ഒന്ന് വിറച്ചു. അവൾ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ കത്തുന്ന ദേഷ്യം കണ്ടപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ക്രിസ്റ്റി പോയി കഴിഞ്ഞപ്പോൾ അഗ്നി അവളുടെ മേശയിൽ ആഞ്ഞു നിന്നു. നീ കേട്ടല്ലോ അവൻ പറഞ്ഞത്. വൈകുന്നേരം അവനുമായി ഇനി ചർച്ചയൊന്നുമില്ല. പറഞ്ഞ ജോലി തീർത്ത് നീ വീട്ടിൽ പൊക്കോണം. നിന്റെ ഈ കണ്ണുകൾ അവനെ നോക്കുന്നത് എനിക്ക് സഹിക്കില്ല. മാളവിക, നീ അത് മനസ്സിലാക്കുന്നില്ലേ? അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ദേഷ്യമാണോ അതോ തന്നോടുള്ള അടക്കാത്ത സ്നേഹമാണോ അതെന്ന് തിരിച്ചറിയാൻ മാളവികക്കാവുന്നില്ല. എങ്കിലും ആ തീയുണ്ടകൾ പോലെയുള്ള കണ്ണുകളിൽ അവൾ തന്നെ കണ്ടു. സർ, എനിക്ക്, അവളെന്തോ പറയാൻ ശ്രമിച്ചു. ഒന്നും പറയണ്ട. ആ പെർഫ്യൂമിൻ്റെ മണം പോലും ഇന്നെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. പോയി ജോലി ചെയ്യുന്നേ. അഗ്നി വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് നടന്നു. മാളവിക തളർന്ന് കസേരയിലേക്ക് ഇരുന്നു പോയി. ക്രിസ്റ്റിയുടെ വരവ് ഒരു കൊടുങ്കാറ്റാണെന്ന് അവൾക്കറിഞ്ഞു. അഗ്നിയുടെ പകയും ക്രിസ്റ്റിയുടെ വാശിയും ചേരുമ്പോൾ താൻ ആർക്കു വേണ്ടിയാണ് ഈ വേദന അനുഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അഗ്നിയുടെ ആ സ്വാർത്ഥമായ സ്നേഹം അവളുടെ ഉള്ളിൽ പെയ്യാൻ തുടങ്ങിയിരുന്നു. എങ്ങനെയാണ് ഞാൻ ഇവിടെ ഇത്ര അടിമപ്പെട്ടു പോയത്? അഗ്നി തൻ്റെ ക്യാബിലിരുന്ന് കണ്ണുകളടച്ച്. അവളുടെ മുഖവും ആ ഗന്ധവും അവൻ്റെ മനസ്സും ശരീരത്തിനും ബുദ്ധിക്കും അത്രയേറെ തണുപ്പും വികാരവും പടർത്തി. അവളിൽ അലയാൻ, അവളെ അറിയാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടുപോയി ആ നിമിഷം. അതേസമയം ക്രിസ്റ്റിയെ ചുട്ട് ചാമ്പലാക്കാനും അവൻ്റെ മനസ്സ് പറഞ്ഞു. ഓഫീസിൽ തൻ്റെ ക്യാബിൽ ഇരുന്നു കൊണ്ട് ക്രിസ്റ്റി വളരെ കാര്യക്ഷമമായി ഫയലുകൾ പരിശോധിച്ചു കൊണ്ടേയിരുന്നു. പുറമേ നോക്കുന്നവർക്ക് അവൻ ജോലിയിൽ അതീവ താൽപരനായൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അഗ്നിയുടെ വിശ്വാസം നേടിയെടുക്കാൻ അവൻ ഓരോ ചൂടും അളന്ന് തൂക്കിയാണ് വെക്കുന്നതെല്ലാം. എന്നാൽ അവൻ്റെ ക്യാബിലെ രഹസ്യ വിൻഡോയിൽ കണിമംഗലം ഗ്രൂപ്പിൻ്റെ പ്രധാന ഇടപാടുകളുടെയും വിദേശ നിക്ഷേപങ്ങളുടെയും പട്ടിക തെളിഞ്ഞു നിന്നു. ക്രിസ്റ്റി തൻ്റെ ഫോണെടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്തു. റിസീവർ ലിസ്റ്റിൽ ചേച്ചി എന്നായിരുന്നു പേര്. കണിമംഗലം ഗ്രൂപ്പിലെ അടുത്ത മാസത്തെ ഷിപ്പിംഗ് കോൺട്രാക്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം ബാക്കി അയച്ചു തരാം. നമ്മുടെ അച്ഛനെ ചതിച്ചവർ അനുഭവിക്കണം. ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഒരു ക്രൂരമായ തിളക്കം മിന്നിമറിഞ്ഞു. അഗ്നിയെ തകർക്കാൻ അവൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കണമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഈ സമയം ക്യാബിൻ പുറത്തെ ഇടനാഴിയിലൂടെ പോയ വിവേക് ഒന്ന് നിന്നു. അഗ്നിയുടെ ഏറ്റവും വിശ്വസ്തനായ മാനേജറും നീലുമാണ് വിവേക്. അഗ്നി ദേഷ്യക്കാരനാണെങ്കിൽ വിവേക് ശാന്തനാണ്, പക്ഷേ കണിശക്കാരനുമാണ്.
ക്രിസ്റ്റിയുടെ അമിതമായ ജോലിഭ്രമം വിവേകിന് എവിടെയോ ഒരു കല്ലുകടിയായി തോന്നി. വിവേക് മെല്ലെ വാതിൽ മുട്ടി അകത്തേക്ക് കടന്നു. എന്താ ക്രിസ്റ്റി, ലഞ്ച് ടൈം കഴിഞ്ഞിട്ടും സീറ്റിൽ തന്നെയാണല്ലോ. ഇത്രക്ക് ആത്മാർത്ഥത കാണിച്ചാൽ അഗ്നി നിനക്ക് പ്രമോഷൻ തരുമെന്ന് വിചാരിച്ചിട്ടാവുമല്ലേ? അവൻ തമാശയോടെ ക്രിസ്റ്റിയോടായി മൊഴിഞ്ഞു. വിവേക് ഒരു ചിരിയോടെ ചോദിച്ചെങ്കിലും അവൻ്റെ കണ്ണുകൾ ക്രിസ്റ്റിയുടെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്കായിരുന്നു. ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ വിൻഡോ മിനിമൈസ് ചെയ്തു. അല്ല വിവേക്, ഈ പ്രോജക്റ്റ് ക്ലിയർ ചെയ്യുകയായിരുന്നു. അഗ്നി സർ ഓരോ കാര്യത്തിലും ഇത്രയും പെർഫെക്ഷൻ നോക്കുമ്പോൾ നമുക്കും കുറച്ച് ശ്രദ്ധിക്കണമല്ലോ. അത് ശരിയാ. വിവേക് അവൻ്റെ അരികിലേക്ക് നടന്നു. അഗ്നി എപ്പോഴും കൃത്യതയുള്ളവനാണ്. പക്ഷെ കൂടെ നിൽക്കവരുടെ ഉള്ളിലൊരു പറയാൻ അവന് കുറച്ച് വൈകും. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെയുള്ളവർക്ക് കണ്ണും കാതും ഞാനാണ്. വിവേകിൻ്റെ ആ വാക്കുകളിൽ താക്കീത് ക്രിസ്റ്റിയും തിരിച്ചറിഞ്ഞു. എങ്കിലും അവൻ്റെ ഭാവവ്യത്യാസമില്ലാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാളവികക്ക് കൊടുത്ത വർക്കുകൾ തീർന്നൊന്ന് നോക്ക് അഗ്നി. ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ആ വഴിക്ക് ഒന്ന് പോയി നോക്ക്, വിവേക് പറഞ്ഞു. വിവേക് പുറത്തേക്ക് നടന്നപ്പോൾ ക്രിസ്റ്റി ഒരു ദീർഘശ്വാസം വിട്ടു. വിവേകിൻ്റെ കണ്ണുകൾ തൻ്റെ പിന്തുടരുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. പുറത്തിറങ്ങിയ വിവേക് നേരെ അഗ്നിയുടെ ക്യാബിനിലേക്ക് നടന്നു. അഗ്നി അപ്പോഴും ജനാലയ്ക്കിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അഗ്നി, ആ പുതിയ മാനേജറായ ക്രിസ്റ്റി, അവനെ നീ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷേ അവൻ്റെ നോട്ടവും ചലനവും എനിക്കത്ര ശരിയായി തോന്നുന്നില്ലടാ. പ്രത്യേകിച്ചും നമ്മുടെ കമ്പനിയുടെ ഡാറ്റകളുടെ കാര്യത്തിൽ അവൻ അമിതമായ താല്പര്യം കാണിക്കുന്നുണ്ട്, വിവേക് ഗൗരവത്തോടെ പറഞ്ഞു. അഗ്നി തിരിഞ്ഞു നോക്കി. അവൻ്റെ മനസ്സിൽ അപ്പോഴും മാളവികയോട് ക്രിസ്റ്റി സംസാരിച്ച ആ നിമിഷമായിരുന്നു. അവൻ ആരോടായാലും വിവേക് എൻ്റെ കണ്ണിൽപ്പെടാതെ ഒന്നും ഇവിടെ നടക്കില്ല. അവൻ എൻ്റെ ബിസിനസ്സിലാണോ അതോ മറ്റെന്തെങ്കിലുമാണോ താല്പര്യമെന്ന് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. മാളവികയെ ഒന്ന് ശ്രദ്ധിക്കണം നീ. അവൻ അവളുടെ അരികിലേക്ക് വരുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. അഗ്നിയുടെ അകത്തിൽ ഒരു ഉടമസ്ഥാവകാശം മുഴങ്ങി. വിവേക് തലയാട്ടി പുറത്തിറങ്ങി. ഓഫീസിനുള്ളിൽ പുകയുന്ന പുകയുടെ സംശയത്തിൻ്റെയും കനലുകൾ അധികം വൈകാതെ ഒരു അഗ്നിപർവ്വതമായി മാറുമെന്ന് വിവേക് ഉറപ്പിച്ചു. കണിമംഗലം ഗ്രൂപ്പിൻ്റെ മാനേജർ എന്ന പദവി വിവേകിന് വെറുമൊരു ജോലി മാത്രമായിരുന്നില്ല, അതൊരു അധികാരത്തിൻ്റെ ഗർവ് കൂടിയാണ്. ആ ഓഫീസിലെ ഓരോ ജനവും അവൻ്റെ വിരൽത്തുമ്പിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവേകിൻ്റെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പേര് എന്നായിരുന്നു അഞ്ജലി. അഗ്നി എന്ന ഉടമസ്ഥൻ്റെ കർക്കശമായ തീരുമാനത്തോടെ അഞ്ജലിയെ കമ്പനിയുടെ പടിയിൽ നിന്ന് ഇറക്കിയപ്പോൾ വിവേക് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഒടുവിൽ ആ ശല്യം ഒഴിഞ്ഞു പോയിരിക്കുന്നു. വിവേകിനെ സംബന്ധിച്ചിടത്തോളം അഞ്ജലി വെറുമൊരു നേരമ്പോക്ക് മാത്രമാണ്. അവൻ്റെ വാക്കുകളിലെ പ്രണയം വാഗ്ദാനവും വെറും അഭിനയമായിരുന്നുവെന്ന് അവൾ മാത്രം അറിഞ്ഞില്ല. ജനൽ ചില്ലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. സങ്കടമൊടുവിൽ വാശിയായി മാറിയിരിക്കുന്നു. വിറക്കുന്ന കൈകളുടെ ഫോൺ മുറുക്കി പിടിച്ച് അവൾ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ മറന്ന് ഇനി മറ്റൊരു പെൺകുട്ടിയെയും സ്നേഹിക്കാൻ പാടില്ല വിവേക്. നിന്റെ ജീവിതത്തിൽ സമാധാനം എന്നൊന്ന് ഇനി ഉണ്ടാകില്ല. എന്നെ പുറത്തിറക്കിയതിൽ നീ ആശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ ഈ പുറത്താക്കൽ എൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണ്. കാത്തിരുന്നോ നീ. അഞ്ജലി കണിമംഗലം ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരിക്കൽ പോലും വിവേക് അവളെ വിളിച്ചില്ല. അവൻ്റെ വാഗ്ദാനവും പ്രണയ നിമിഷവും എല്ലാം അവളുടെ ശരീരത്തിനും മനസ്സിനും വേദനിപ്പിച്ചു. അകത്ത് അത്രയും ദിവസം ചുരുണ്ട് കിടക്കുകയാണ് അഞ്ജലി. ആ ഫ്രസ്ട്രേഷനെല്ലാം മാളവികയോടാണ് അവൻ തീർക്കുന്നതുമെല്ലാം. ആ നിമിഷം അവളുടെ ഓർമ്മകളിലേക്ക് വന്നത് വിവേകും താനും ഒരുപാട് വട്ടം ആസ്വദിച്ച നിമിഷങ്ങളും സ്ഥലങ്ങളുമാണ്. അവളുടെ ഉള്ളിൽ അഞ്ജലിയെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ദേഷ്യം മാത്രമായിരുന്നു അവൾക്ക്. വിവേകിനോടുള്ള അതിയായ ഭ്രമം അവളിൽ അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്.